ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് ഭയങ്കര തടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൾ ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷെ പെണ്ണ് നല്ല സമ്പാദിക്കുന്ന പെണ്ണാണ്, നിന്നെ അവൾ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഇഷ്ടമല്ലെങ്കിലും സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇവളെ അവനെ കെട്ടിക്കുകയാണ്. ഈ പെണ്ണ് തടിച്ചിട്ടായതുകൊണ്ട് തന്നെ ഇവൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇവനെ കളിയാക്കുന്നു പറഞ്ഞിട്ട് തന്നെ അവരാരെയും ഇവൻ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സന്ധ്യയ്ക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിലുള്ള എല്ലാവരുമായിട്ടും ജോളിയായിട്ട് അവൾ സംസാരിച്ച് ചിരിച്ചു കളിച്ച് നടക്കും. അങ്ങനെ ഇരിക്കുകയായിരിക്കും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് നിർമ്മൽ അവൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇവൻ്റെ ഭാര്യനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവനോട് പോകാൻ വേണ്ടി പറഞ്ഞതു അവൾ ചായയും കൊണ്ട് ഇവൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവളെയും കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുകൊണ്ട് വരികയാണ്. അങ്ങനെ അവളും ആ കല്യാണത്തിന് എല്ലാവരോടും ഹാപ്പി ആയിട്ട് തന്നെ മിങ്കിളായിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ടെറസിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചതും, എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു ഭാര്യയാണ് കല്യാണം കഴിച്ചു തരാൻ പോകുന്നത്, പക്ഷേ എന്നെ കണ്ടില്ലേ തടിച്ചായിട്ടുള്ള ഒരുത്തിന് എന്നെ തലയെ കെട്ടി പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് മോശമായിട്ടൊക്കെ സംസാരിച്ച് ചീത്ത പറയാൻ തുടങ്ങാണ്. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് എടാ അങ്ങനെയൊന്നുമല്ലടാ, അവൾ നല്ല പെണ്ണാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ദിവസം അവളുടെ കൂടെയൊക്കെ നീ ജീവിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട് അവളെ മോശമായിട്ട് ഇവൻ പറയാണ്. അങ്ങനെ ഇവൻ തിരിഞ്ഞു നടന്നതും ബാക്കിൽ അവളുണ്ടാവുകയാണ്. അപ്പം തന്നെ ഇത് കേട്ടത് അവൾ അവൻ്റെ മുഖത്തിൽ തന്നെ ഒരു അടി കൊടുക്കുകയാണ്, തിരിച്ച് അവനും അടിക്കുകയാണ്. അങ്ങനെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ഇനി ഇങ്ങനത്തെ ഒരാളുടെ കൂടി ഒന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ഡൈവോഴ്സിനും അപ്ലൈ ചെയ്യാണ്. പക്ഷെ കോർട്ടിലെത്തിയതും ജഡ്ജ് നിങ്ങൾ ഇനിയും 6 മാസം ഒരുമിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ വീട് തിരിച്ചയക്കാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങാണ്. ഇവൻ ഒരുപാട് വർഷമായിട്ട് 10th എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷം ഇവൻ പൊട്ടാണ്. അങ്ങനെ ഒരു കുളത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഇവർ രണ്ടുപേരും ഇവരുടെ ലൈഫിനെ ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്ധ്യ കരയുന്ന കണ്ടിട്ട് ഇവനും അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നൊക്കെ പറയാണ്. പക്ഷേ ഇവളും അതൊക്കെ പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നാണ് പ്രതീക്ഷിച്ചതെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടതും അവൻ്റെ ഭാര്യ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവാണ്. അങ്ങനെ പതിയെ പതിയെ അവനും ഇവളെ ഒരുപാട് ഇഷ്ടമാവാൻ തുടങ്ങാണ്. അങ്ങനെ അവക്കും ഇപ്പോൾ വേറൊരു നാട്ടിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് അവസാനമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുത്താലോ എന്ന് അവൻ ചോദിക്കുകയാണ്. അങ്ങനെ അവളും സമ്മതിക്കുകയാണ്. ഈ മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ തോളിൽ ചുമന്നിട്ട് ഓടി ജയിക്കണം, അതാണ് ഈ മാച്ച്. അങ്ങനെ വൈഫിൻ്റെ ഏത് വെയിറ്റ് കാരണമാണോ അവളെ വെറുത്ത് ഇവൻ ഒഴിവാക്കാൻ തുടങ്ങിയത് അതേ വെയിറ്റ് ചുമന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ ഓടാൻ തുടങ്ങാണ്. അങ്ങനെ ഇവർ വീണ് ഉരുണ്ട് മറിഞ്ഞ കോടുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവളെ വീണ്ടും പ്രപ്പോസ് ചെയ്യാണ്. ഇത് കേട്ടതും അവളും ഒരുപാട് ഹാപ്പി ആവാണ്. അങ്ങനെ അവരാ മത്സരത്തിൽ ജയിച്ചിട്ടും അവൻ നിൽക്കാതെ അവളെ തൂക്കിക്കൊണ്ട് തന്നെ അവൻ്റെ വീട് വരെ ഓടുകയാണ്. അങ്ങനെ പുറത്തല്ല അകത്താണ് ഒരു പെണ്ണിൻ്റെ അഴകെന്ന് അവൻ മനസ്സിലാക്കുകയാണ്.